ഞാൻ ഫോൺ ചെയ്ത് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ വെച്ച് സംസാരിക്കാനുള്ള ധൈര്യക്കുറവുണ്ടാ. അതെനിക്കറിയാം. ബീനയ്ക്ക് ഒത്തിരി കാര്യങ്ങൾ ഒറ്റയ്ക്കിരുന്ന് എന്നോട് പറയാനുണ്ടാവും. ഒരു കാമുകിയുടെ വികാരം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പറയൂ. അതിനൊന്നല്ല ഇവിടെ വരാൻ പറഞ്ഞത്. പിന്നെ ഇന്ന് രാത്രി യമുനയുടെയും പ്രഭാകരന്റെയും സെല്ല് ഞാൻ തുറന്നു കൊടുക്കാം. ലീലാമ്മ സിസ്റ്ററിന്റെ എന്റെ അറ്റൻഡേഴ്സ് ഇന്ന് ലീവാണ്. ആനി സിസ്റ്റർക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി. അവര് കിടന്ന് ഉറങ്ങിക്കോളും. ഇന്ന് നല്ലൊരു ചാൻസാ. രാത്രി ഒരു 11 മണിയോട് അടുക്കുമ്പോ പോള് ഹോസ്പിറ്റലിന് തെക്കുവശത്തുള്ള റോഡിൽ വന്ന് നിൽക്കണം. അത് ഞാൻ ഏറ്റു. ദേ, ജീവൻ പണയം വെച്ചുള്ള സാഹസമാ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓർമ്മയുണ്ടല്ലോ? ബീന ഒന്നും കൊണ്ട് പേടിക്കണ്ട. നന്മ ചെയ്യുന്ന മനസ്സുകളോടൊപ്പം ദൈവം എന്നും ഉണ്ടാകും. ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടോണം. ഹോസ്പിറ്റലിന്റെ തെക്കുവശത്തുള്ള മതിൽ ചാടി വീഴും പോകാൻ. പോൾ അവിടെ കാത്തു നിൽപ്പുണ്ടാവും. യമുന താഴെ വരുമ്പോ പ്രഭാരൻ അവിടെ ഉണ്ടാവണം. പിന്നെ എല്ലാം സൂക്ഷിച്ചു വേണം. ഇത് പോള് തന്നയച്ചതാ. എന്തോ ഡ്രസ്സാണെന്ന് തോന്നുന്നു. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു വെരി മച്ച്. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. പ്രഭാരൻ ഉടനെ താഴെ വരും. പിന്നെ സെക്യൂരിറ്റിക്കാരുടെ കൺമുമ്പിൽ പെടരുത്. ഞാൻ പോയി അല്പം കഴിഞ്ഞ് യമുന ഇറങ്ങിയാൽ മതി. ഈ ഉപകാരം അതൊക്കെ പിന്നെ മതി. ഞാൻ ഇറങ്ങട്ടെ. പുറത്തു തന്നെയുണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അടിയിലെങ്ങനെ?
ഇതുണ്ട്. ആ ഭരണങ്ങാനത്തൊന്നും വരുന്നതല്ലേ? അത് അതെ അതെ. ഇത്രയും വൈകിയപ്പോ നിങ്ങൾ ഇനി ഇന്ന് എത്തുകയില്ലെന്നാ കരുതിയത്. അതെയോ? ധ്യാനം കൂടാൻ വന്ന ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം 6 മണിക്ക് മുമ്പ് തന്നെ എത്തി. ട്രെയിൻ ലേറ്റ് ആയി പോയതുകൊണ്ട് വൈകി പോയതാ. നിങ്ങൾ ആഹാരം വല്ലതും കഴിച്ചതാണോ? ഒന്നും കഴിച്ചില്ല. കുടൽ കത്തിക്കരിയുന്ന വിശപ്പാണ്. എന്നാൽ ഡൈനിങ് ഹാളിലേക്ക് പോയിക്കോളൂ. നിൽക്കൂ. എന്താ ഈ കർച്ചിഫ് മൂക്കിൽ തന്നെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾക്ക് നല്ല ജലദോഷ. നല്ല പനി. 110 ഡിഗ്രി വീതമുണ്ട്. അതെയോ? എന്നാ ഇന്നിനി ഒന്നും കഴിക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. ദേ റൂം നമ്പർ 34ലേക്ക് പോയിക്കോളൂ. പനി അല്പം കുറഞ്ഞിട്ടുണ്ട്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ്. നല്ല ഫുഡ് കഴിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടത്. അവന്റെ ഒരു ഒടുക്കലത്തെ ഫുഡ് അവന്മാരുടെ കൈ കിട്ടി നമ്മളെ ജീവനോടെ വെച്ചേക്കില്ല. അത് ഉറപ്പുള്ളത് കൊണ്ട് നല്ലതുപോലെ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് മരിക്കാമെന്ന് പറയുന്നത്. അവന്മാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ പുറത്തു പോകുന്ന അപകടം ഇവിടെ തന്നെ കൂടാം. എത്ര നേരമായി ഈ കർച്ചീഫും പിടിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? അതെ, നമുക്ക് ഈ മീശ കരിച്ചു കളഞ്ഞാലോ? ചേട്ടനെ ആ തന്നെ താനങ്ങ് കരിച്ചോണ്ടാ മതി. ഈ മോന്തയില് മീശ ഉള്ളതും ഇല്ലാത്തൊക്കെ കണക്കാം. പിന്നെ കിടന്നുറങ്ങാൻ നോക്ക്. പോത്തുപോലെ കിടന്നുറങ്ങിക്കളയരുത്. ഇല്ല. അവന്മാര് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പ സ്ഥലം വിടണം. വല്ലാത്ത ഉഷ്ണം. പിക്കല്ലടാ. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എവിടെ നിന്ന് വരിക? ഭരണങ്ങാനത്തു നിന്നും വരിക. ഇന്നലെ വരാൻ പറ്റിയില്ല. ഭരണങ്ങാനത്ത് നിന്നോ? അപ്പൊ രാത്രി വന്നവരോ? അവിടുന്ന് വേറെ ആരും വന്നിട്ടില്ല മദർ. ശരി വരൂ, ഞാൻ കാണിച്ചു തരാം. ആരോ തട്ടുന്നു. അയ്യോ, നേരം വിളിത്തോ. ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് തരാൻ വിളിക്കായിരിക്കും. നിന്നോട് ഞാൻ ഇപ്പോഴേ പറഞ്ഞു. നിങ്ങൾ ഭരണങ്ങാനത്ത് നിന്നാണോ വരുന്നത്? അല്ല, മോളെ!